ഏതു വധഭീഷണി തുടങ്ങിയതിനു ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പുറത്തോട്ടൊന്നും കാണാനേ ഇല്ല. ശരിക്കും ഈ ഇസ്രായേൽ യുദ്ധത്തിൽ ഭാഗമാണോ? ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ച് ഇന്ന് ഹാരറ്റ്സ് എന്ന് പറയുന്ന ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നെതന്യാഹു നിർണായകമായ മറ്റൊരു നീക്കത്തിലാണ്. അതായത് സ്വന്തം കുടുംബത്തിന് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തീവ്രമായ ശ്രമത്തിലാണ്. ഇപ്പോൾ യുദ്ധം ഉണ്ടായാലും ഇല്ലെങ്കിലും ഇസ്രായേലിൽ ഒരു തെരഞ്ഞെടുപ്പ് വരും എന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇസ്രായേൽ ഇപ്പോൾ ആക്റ്റീവായിട്ട് യുദ്ധത്തിലില്ല. അതായത് ഇപ്പോൾ നമുക്കറിയാം, ഈ ഫെബ്രുവരി 28 ഈ യുദ്ധം ആരംഭിച്ചു. ഈ യുദ്ധം ആരംഭിച്ച സമയത്ത് ഇസ്രായേലാണ് ഇതിൻ്റെ മുൻപന്തിയിൽ നിന്നത്. അമേരിക്കയെ കൊണ്ട് ഈ യുദ്ധം ആരംഭിപ്പിക്കുന്ന അല്ലെങ്കിൽ തുടങ്ങി വെപ്പിക്കുന്നത് ഇസ്രായേലാണ്. ഇസ്രായേൽ പലതവണ, നെതന്യാഹു പലതവണ ജൂതരുടെ ഉറക്കത്തിന് വേണ്ടി ഞങ്ങൾ ഇറാനെ തീർക്കും എന്ന് ആവർത്തിച്ച് പറഞ്ഞ് കത്ത് നിന്നൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഈ രണ്ടാമത് തുടങ്ങിയ, അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ച അടി തിരിച്ചടി രീതിയിൽ അമേരിക്കയും ഇറാനും നേർക്കുനേരെ ഏറ്റുമുട്ടുന്ന ഈ യുദ്ധത്തിൽ ഇസ്രായേൽ പങ്കാളികളായിട്ടില്ല. നല്ല പേടിയായിട്ട് തന്നെയാണ്. കാരണം ഇറാൻ്റെ പ്രത്യാക്രമണ ശേഷി അത് അതിശക്തമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധത്തിലേക്ക് കടന്നാൽ ഇസ്രായേലിന് നേരെയും ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. നെതന്യാഹുവിന് വലിയ തോതിൽ നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന ഒരു വിഷയം എന്ന നിലയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അത് വലിയ പ്രചാരണ വിഷയമാവുകയും നെതന്യാഹുവിന് വലിയ തിരിച്ചടിയാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നെതന്യാഹു വളരെ കരുതലിലാണ്. അപ്പോൾ അതിനിടയിലാണ് ഈ ഹാരറ്റ്സിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുന്നത്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് നെതന്യാഹു തൻ്റെ ഭാര്യയ്ക്കും 2 മക്കൾക്കും താൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും 5 വർഷത്തെ സുരക്ഷ അവിടുത്തെ ഇൻ്റേണൽ സെക്യൂരിറ്റി ഏജൻസി അവർ ഉറപ്പുവരുത്തണമെന്നാണ് നെതന്യാഹു പറയുന്നത്. അപ്പോൾ നെതന്യാഹുവിന് വലിയ ഭീതിയുണ്ട്. തൻ്റെ കുടുംബത്തിൻ്റെ സുരക്ഷയും തൻ്റെ സുരക്ഷയും ഒക്കെ സംബന്ധിച്ച് വലിയ ഭീതിയുണ്ട്. ഇപ്പോൾ ഹാരറ്റ്സിൽ വന്നിരിക്കുന്ന വാർത്ത നോക്കുക. നെതന്യാഹു സീക്സ് 5-year ഷിൻബെറ്റ് പ്രൊട്ടക്ഷൻ ഫോർ ഫാമിലി ഈവൻ ഇഫ് ഹി ലോസസ് എലക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് ഇലക്ഷനിൽ പരാജയപ്പെട്ടാൽ പ്രധാനമന്ത്രിയല്ല, പിന്നെ ചിലപ്പോൾ അഴിക്കുള്ളിലും ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നെതന്യാഹു തൻ്റെ കുടുംബത്തിന് സുരക്ഷ വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. അത് ഷിൻബെറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ആഭ്യന്തര സെക്യൂരിറ്റി ആണ്. അപ്പോൾ നെതന്യാഹു എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ തോൽക്കും എന്ന് ഭയക്കുന്നത്, എന്തുകൊണ്ടാണ് തൻ്റെ കുടുംബത്തെ എതിരാളികൾ ഇല്ലായ്മ ചെയ്തേക്കും എന്ന് നെതന്യാഹു ഭയക്കുന്നത് എന്നുള്ളതാണ്. അതൊക്കെ നെതന്യാഹു ഭയപ്പെടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഉത്തരം. അതായത് നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ കണ്ട ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അല്ല ഇപ്പോഴത്തെ നെതന്യാഹു. അദ്ദേഹം വല്ലാതെ ഭയന്നിട്ടുണ്ട്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ മുജ്തബ ഖാംനെയി പുറത്തുവിട്ട ആളുകളുടെ പട്ടിക, അതിൽ നെതന്യാഹു ഉണ്ട്, ട്രംപ് വരെയുണ്ട്, പിന്നെ 13 ഉന്നതരുണ്ട്. എന്ന് മാത്രമല്ല, ചോരയ്ക്ക് പകരം ചോദിക്കും, ടോപ്പ് ടു ബോട്ടം, അതിൽ മേൽത്തട്ട് മുതൽ താഴെത്തട്ട് വരെ ഖാംനെയെ വധിക്കാൻ വേണ്ടി ആരൊക്കെ പണിയെടുത്തിട്ടുണ്ടോ അവരെ മുഴുവൻ അലക്കും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മറുപടി, അല്ലെങ്കിൽ അതിൻ്റെ തീരുമാനം, ഇറാൻ്റെ തീരുമാനം. അപ്പോൾ സ്വാഭാവികമായിട്ടും നെതന്യാഹുവിന് നേരെ ഇതിനു മുമ്പ് നെതന്യാഹുവിൻ്റെ വസതിയിലേക്ക് ആക്രമണങ്ങൾ ഹിസ്ബുള്ള നടത്തിയിട്ടുണ്ട്. ആ വസതിക്ക് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് നെതന്യാഹു അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജീവൻ രക്ഷപ്പെട്ടത്. പക്ഷേ എങ്കിൽ പോലും കടുത്ത ആക്രമണങ്ങളിലേക്ക് ഇറാൻ കടക്കുകയും 1 മാസക്കാലത്തോളം ഈ യുദ്ധം നീളും എന്ന് ഇറാൻ പറയുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായ രീതിയിലുള്ള മുൻകരുതൽ, പ്രിക്കോഷൻ എടുക്കേണ്ടി വരും ഇസ്രായേൽ അല്ലെങ്കിൽ നെതന്യാഹു എന്നുള്ളത് വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ യുദ്ധം പുനരാരംഭിച്ച സമയത്ത്, 4 ദിവസമായി ഈ യുദ്ധം പുനരാരംഭിച്ച സമയത്ത്, വെടിനിർത്തൽ കരാർ കീറിയെറിഞ്ഞ സമയത്ത്, ട്രംപ് കീറിയെറിഞ്ഞ് പ്രഖ്യാപിച്ച സമയത്ത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നൊരു വലിയ ആക്രമണം ഇറാനിലേക്ക് നടക്കും എന്നുള്ളതാണ്. കാരണം ഇറാനിലേക്ക് ആക്രമണം വേണം, ഇറാനെ തകർക്കണം, ഇറാനിലേക്ക് ഇനിയും പ്രതികാരം ചെയ്യണമെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന നെതന്യാഹുവാണ്. പക്ഷേ ഈ 4 ദിവസമായിട്ട് നെതന്യാഹുവിൻ്റെ അഡ്രസ്സ് ഇല്ല. ഞാൻ ഈ ഇൻ്റർനാഷണൽ മീഡിയാസ് ഒക്കെ എടുത്ത് പരിശോധിച്ചു. ഈ കഴിഞ്ഞ 4 ദിവസത്തിനിടയിൽ പ്രകോപനപരമായ ഒന്നും തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. വന്നത് ഇസ്രായേൽ ഇറാനുമായിട്ടുള്ള യുദ്ധം നിർത്തിയിട്ടില്ല, യുദ്ധം പുനരാരംഭിക്കും എന്നൊരു അവകാശവാദം മാത്രമാണ്. അല്ലാതെ ഈ യുദ്ധത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതായിട്ട് അറിവില്ല. അതേസമയം ഇസ്രായേൽ ഇൻ്റലിജൻസ് പറയുന്നു ട്രംപിനെ ഇറാൻ വധിക്കും, ഇറാൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ ട്രംപ് ഉണ്ട് എന്ന്. അതുമാത്രമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുണ്ടായ നിർണായകമായ പദപ്രയോഗം. പിന്നെ സാധാരണഗതിയിൽ നെതന്യാഹുവും അവിടുത്തെ സുരക്ഷാ ഏജൻസിയും അല്ലെങ്കിൽ ഈ പറയുന്ന അവിടുത്തെ പ്രതിരോധ മന്ത്രിയൊക്കെ എപ്പോഴും പറയുന്നത് പോലെ ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഞങ്ങൾ പോരാടും, ഞങ്ങൾ വിജയം നേടും, ഇറാൻ ലോകത്തിന് ഭീഷണിയാണ്, ഇറാനുമായിട്ടുള്ള യുദ്ധം ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല, ശത്രുക്കളെ ഞങ്ങൾ ഇല്ലാതാക്കും. ഇതൊക്കെ സ്ഥിരം പറയുന്ന ഡയലോഗുകളാണ്, അതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. അപ്പോൾ സ്ഥിരമായിട്ട് അവർ പറയും. അപ്പോൾ അത്തരം പരാമർശങ്ങളൊക്കെ വരുന്നു എന്നുള്ളതല്ലാതെ ഈ യുദ്ധത്തിൽ ആക്റ്റീവായിട്ട് ഇസ്രായേൽ ഇറങ്ങി എന്നതിൻ്റെ തെളിവുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇസ്രായേൽ ഒരു വലിയ പ്രതിരോധത്തിലാണ്, നെതന്യാഹു ഭീതിയിലാണ്. ഒരു പക്ഷേ തൻ്റെ ജീവനോ അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിൻ്റെ ജീവനോ അപായപ്പെടും എന്ന് നെതന്യാഹു ഭയക്കുന്നുണ്ടാകും.
അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഇപ്പോൾ ഒരു റിപ്പോർട്ടും വന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് തെരഞ്ഞെടുപ്പിൽ തോറ്റാലും 5 വർഷം പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞു. നോക്കുക, ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കാലം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നിട്ടുള്ള ആളാണ് ബെഞ്ചമിൻ നെതന്യാഹു. ആ നെതന്യാഹു ഇത്രയും കാലം ഇസ്രായേലിന് വേണ്ടിയാണ് താൻ ഈ യുദ്ധം ചെയ്യുന്നത്, ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, ജൂതന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, ജൂതൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇസ്രായേൽ പ്രധാനമന്ത്രി എന്ന പദവി തനിക്ക് നഷ്ടമാകുമോ എന്ന ഭയം നെതന്യാഹുവിനെ പിടികൂടിയിട്ടുണ്ട്. ഇസ്രായേലിൽ നിന്ന് വരുന്ന വാർത്തകളിൽ പലതും നെതന്യാഹുവിന് തിരിച്ചടി ഉണ്ടാകുമെന്ന സൂചനകൾ നൽകുന്നതാണ്. എന്തിനു വേണ്ടിയായിരുന്നു യുദ്ധം? ഇത്രയും കാലം നീണ്ടുനിന്ന് ഗസയിലേക്ക് ആക്രമണം നടത്തി, അതിനുശേഷം ഇപ്പോൾ ഇറാനെ ആക്രമിച്ചു. കാരണം ഈ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഹോർമുസ് കടലെടുക്ക് അടച്ചു, ചെങ്കടൽ അടയ്ക്കാൻ പോകുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിപരീത ഫലം, ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇസ്രായേലിനെയും ബാധിക്കും. അപ്പോൾ കപ്പലുകൾ വരാതിരുന്നാൽ, കപ്പലുകൾ പോകാതിരുന്നാൽ, ചരക്ക് ഗതാഗതം തടസ്സപ്പെട്ടാൽ, ഇന്ധനവിലയുടെ കാര്യത്തിലും ഉൽപ്പാദനക്ഷമതയുടെ കാര്യത്തിലും സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെ ഇസ്രായേലിനെയും വേട്ടയാടും. അപ്പോൾ ഈ ലോകത്തെ മുഴുവൻ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നയിച്ച ഒരു ഭരണാധികാരി, സ്വന്തം നാടിൻ്റെ പുരോഗതി ഇല്ലാതാക്കിയ ഒരു ഭരണാധികാരി, വർഷങ്ങളോളം നീണ്ടുനിന്ന യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത് സ്വന്തം ജയിൽ ശിക്ഷ ഇല്ലാതാക്കാൻ വേണ്ടി രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ ബലി കൊടുത്ത ഒരു ഭരണാധികാരി എന്ന നിലയിലൊക്കെ പ്രതിപക്ഷം വലിയ തോതിൽ നെതന്യാഹുവിനെതിരെ ആക്രോശങ്ങൾ ഉയർത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ നെതന്യാഹുവിന് ഒരു വലിയ തിരിച്ചടിയായി തെരഞ്ഞെടുപ്പിൽ വരുമെന്ന് നെതന്യാഹു തന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം ഇത്ര തിരക്കിട്ട് ഈ യുദ്ധം ഇങ്ങനെ കത്തി നിൽക്കുമ്പോഴും സ്വന്തം കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ നെതന്യാഹു നെട്ടോട്ടം ഓടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സത്യം പറഞ്ഞാൽ നെതന്യാഹു ലക്ഷ്യം വെച്ച കാര്യങ്ങളൊന്നും നെതന്യാഹുവിനെ നേടാൻ സാധിച്ചില്ല എന്ന് തന്നെ പറയാം അല്ലേ? കാരണം ഇപ്പം ഇറാൻ ആണവായുധം പ്രയോഗിക്കുമെന്ന് പറഞ്ഞ് പേടിച്ചിട്ടാണ് യുദ്ധം തുടങ്ങിയത്. അതുമാത്രമല്ല, ഈ പറയുന്ന അഴിമതി കേസിൽ ജയിലിലാകും എന്നുള്ള പേടി കൊണ്ട് യുദ്ധം നിർത്താതെ തുടർന്നുകൊണ്ടിരുന്നു. ഇതെല്ലാം ഇപ്പോൾ ഇനിയിപ്പം ഇലക്ഷൻ വന്നാലും നെതന്യാഹു തോറ്റ് തുന്നം പാടും എന്നുള്ള കാര്യം നെതന്യാഹുവിന് ഏറെക്കുറെ ഉറപ്പായി. എന്നിട്ട് പോലും നെതന്യാഹു സ്വന്തം ഫാമിലി രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ലക്ഷ്യങ്ങളൊന്നും നേടാൻ സാധിച്ചിട്ടില്ല നെതന്യാഹുവിന് അല്ലേ? ലക്ഷ്യങ്ങളൊന്നും നേടാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, സ്വന്തം ജീവൻ പോലും അപകടത്തിലാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ആത്യന്തികമായി ഇറാൻ്റെ രോമത്തിൽ തൊടാൻ കഴിഞ്ഞിട്ടില്ല. ഇറാനിൽ ഫിസിക്കലായിട്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇറാനിൽ ഒരുപാട് പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഇറാൻ്റെ പ്രത്യാക്രമണ ശേഷിയെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഇനി എന്തു ചെയ്യും എന്നുള്ളത് നെതന്യാഹുവിനെ സംബന്ധിച്ച് വലിയ ചോദ്യചിഹ്നമാണ്. ശരിക്കും പറഞ്ഞാൽ ഇറാൻ എന്ന രാഷ്ട്രം കരുത്താർജിക്കുന്നു, അവർ ആണവ പരീക്ഷണം നടത്തുന്നു, അവരുടെ ഊർജ്ജ പ്രതിസന്ധി ഇല്ലാതാകുന്നു, അവർക്ക് മേലുള്ള ഉപരോധങ്ങൾ നീങ്ങുന്നു, അവർ ഹോർമുസിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന് വലിയ ഭീഷണി, ഡയറക്റ്റ് ത്രെട്ടാണ്. കാരണം ഇറാൻ എപ്പോഴും പക വീട്ടണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ നേരെ തിരിച്ചും ഇറാനെ അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യമാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള സ്പർദ്ധ നിലനിൽക്കുന്നിടത്തോളം കാലം ഏതെങ്കിലും ഒരു രാജ്യം കൂടുതൽ ഉയരുന്നത് അതിൻ്റെ എതിരെ നിൽക്കുന്ന രാജ്യത്തിന് വലിയ ഭീഷണിയാണ്. അതിന് തർക്കമൊന്നുമില്ല. അതാണിപ്പോൾ സംഭവിക്കുന്നത്. അതായത് ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഇത്രയധികം കരുത്തുണ്ട് എന്ന കാര്യം ഇസ്രായേൽ ചിന്തിച്ചിട്ടില്ല. ഇറാൻ നിന്ന് തലങ്ങും വിലങ്ങും കണ്ണുപൂട്ടിയടിക്കുകയാണ്. അമേരിക്ക എന്തൊക്കെ വെല്ലുവിളികൾ ഉയർത്തിയാലും എന്തൊക്കെ ഭീഷണികൾ മുന്നോട്ട് വെച്ചാലും അതിനെയൊക്കെ നിഷ്പ്രഭമാക്കുന്ന നിലയിൽ ഇറാൻ തിരിച്ചടിക്കുകയാണ്. അപ്പോൾ അത് തെളിയിക്കുന്നത് ഇറാൻ്റെ കരുത്താണ്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനെ പോലും കൊല്ലുമെന്ന് പറയുന്ന ഇറാന് എന്തുകൊണ്ട് തന്നെ ടാർഗറ്റ് ചെയ്തുകൂടാ, അല്ലെങ്കിൽ തന്നെ ടാർഗറ്റ് ചെയ്യില്ലേ, അത് വിജയിക്കില്ലേ എന്ന ഭയം സ്വാഭാവികമായിട്ടും നെതന്യാഹുവിനുണ്ടാകും. കാരണം കാലങ്ങളുടെ പകയുണ്ട്, വർഷങ്ങളുടെ പകയും വിദ്വേഷവും ഉണ്ട് അതിനകത്ത്. എന്ന് മാത്രമല്ല, ഈ യുദ്ധം തുടങ്ങാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നെതന്യാഹുവാണ്. നെതന്യാഹുവിൻ്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് ട്രംപ് ഈ യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പക തീർക്കുമ്പോൾ അത് ഈ പറയുന്ന നെതന്യാഹുവിനോടും കൂടി ചേർത്ത് തീർക്കാനുള്ള സാധ്യതകളുമുണ്ട്. എന്തായാലും ഇസ്രായേൽ ആക്റ്റീവായിരുന്ന യുദ്ധത്തിൽ നിന്ന് ഏറെ പിന്മാറിയിരിക്കുന്നു എന്നുള്ളത് പച്ചയായ സത്യമാണ്. കാരണം ഇപ്പോൾ അമേരിക്കയെ കേന്ദ്രീകരിച്ച് അമേരിക്ക നടത്തുന്ന മിലിറ്ററി ഓപ്പറേഷനുകളെ കേന്ദ്രീകരിച്ച് മാത്രമാണ് നമ്മൾ വാർത്തകൾ കേൾക്കുന്നുള്ളൂ. അമേരിക്കയുടെ വിമാനങ്ങൾ ഇടപെടുന്നു, അമേരിക്കയുടെ കപ്പലുകൾ ഇടപെടുന്നു, ട്രംപ് വെല്ലുവിളി നടത്തുന്നു, ഒക്കെ ട്രംപും ഇറാനും അല്ലെങ്കിൽ അമേരിക്കയും ഇറാനും നേരിട്ടാണ്. അങ്ങനെയായി മാറി. ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിരുന്ന ഇസ്രായേലിന് ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ള കടുത്ത നിരാശയും ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇറാൻ്റെ ഭരണമാറ്റം ആയിരുന്നു ഇവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം, ഇറാൻ്റെ നിരായുധീകരണമായിരുന്നു ഏറ്റവും വലിയ ലക്ഷ്യം, ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ മുഴുവൻ നിർവീര്യമാക്കുക, ആയുധമില്ലാത്ത ഇറാൻ, അതുപോലെ ഇസ്രായേൽ പറയുന്നത് കേട്ട് ഭരിക്കുന്ന ഒരു പാവ സർക്കാർ ഇറാനിൽ വരുന്നു. അങ്ങനെ ഞങ്ങൾക്കെതിരായ സകല ഭീഷണികളും എന്നേക്കുമായി ഇല്ലാതാകും എന്ന് സ്വപ്നം കണ്ടിട്ട് മുഴുവൻ മെക്കാനിസം ഉപയോഗിച്ചൊരു യുദ്ധത്തിനിറങ്ങിയ നെതന്യാഹുവിന് ട്രംപുമായി ചേർന്ന് അമേരിക്കയുടെ മുഴുവൻ പിന്തുണയുണ്ടായിട്ടും 4.5 മാസം കഴിഞ്ഞു. ഫെബ്രുവരി 28 മുതൽ നോക്കൂ എത്ര മാസമായി. ഇന്നിപ്പോൾ ജൂലൈ പകുതിയായി.
അഞ്ച് മാസത്തോളം, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 4.5 മാസമായിട്ടും ലോകശക്തി എന്ന് പറയുന്ന മൊസാദ് പോലുള്ള ചാര ഏജൻസികളെ കൊണ്ട് നടക്കുന്ന ഇസ്രായേലിനെ, ഇറാനെ പരിപൂർണമായി അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. മുജ്തബ ഖാംനെയി എന്ന ആയത്തുള്ളയുടെ പിൻഗാമി എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ കഴിയുന്നില്ല. അതേസമയം മുജ്തബ ഖാംനെയി നിരന്തരമായി നെതന്യാഹുവിനെ ഉൾപ്പെടെ തട്ടിക്കളയുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോകത്തിന് മുന്നിൽ ഞങ്ങളാണ് ഏറ്റവും വലിയ ശക്തി, ഞങ്ങളാണ് നിർണായക ശക്തി കേന്ദ്രം എന്നൊക്കെ അഹങ്കരിച്ചിരുന്ന ഇസ്രായേലിൻ്റെ സകല അഹങ്കാരങ്ങളും ഒറ്റയടിക്ക് ഇല്ലാതാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം. അതായത് ഇസ്രായേൽ തോൽക്കുന്നു, അല്ലെങ്കിൽ നെതന്യാഹുവിന് തിരിച്ചടികൾ ശക്തമാകുന്നു. നെതന്യാഹു സ്വന്തം ജീവനും കുടുംബത്തിൻ്റെ ജീവനും ചേർത്ത് പിടിക്കാൻ വേണ്ടി, അത് നിലനിർത്താൻ വേണ്ടി പെടാപ്പാട് പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം.